Who is afraid of Shashi Tharoor? What is the relevance of Shashi Tharoor? 3 പ്രാവശ്യം തുടർച്ചയായി ജയിച്ചത് ശശി തരൂരിൻ്റെ കുറ്റമാണെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ BJP സംസാരിക്കുന്നത്. ഇവിടുത്തെ ഫണ്ടമെൻ്റലായിട്ടുള്ള വികസനങ്ങൾ, നമ്മുടെ എയർപോർട്ടാണെങ്കിലും ഹൈവേ ബൈപ്പാസ് ആണെങ്കിലും ഞാൻ എടുത്തു പറയുകയാണ്, എന്താണ് തരൂരിൻ്റെ മണ്ഡലത്തിൽ ഈ ബൈപ്പാസ് നിന്നുപോയത്? എൻ്റെ സംസാരം കേട്ടാലേ എനിക്ക് തോന്നുക ഇവിടെ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് ഈ ആഴ്ചയോടുകൂടി എത്തി. തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹമാണ് ആദ്യം പോസ്റ്റർ ഒട്ടിച്ച നീണ്ട മുടിയും ഒക്കെ ആയിട്ടുള്ള പോസ്റ്ററുകൾ ഒക്കെ ഒട്ടിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കയറിപ്പോയി. പിന്നെ കുമ്മനത്തിനെ ഈ RSകാർക്കൊക്കെ രാജേട്ടൻ എന്നുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ അടുപ്പമൊന്നും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയോട് ഇല്ല. തിരുവനന്തപുരത്ത് വീണ്ടും 4ാം തവണയും ശശി തരൂർ ജയിക്കും എന്നാണ്. 4ാം തവണ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കൂടും. കാരണം CP ജോൺ നമ്മൾ ഒത്തിരി കാലമായി കണ്ടിട്ട്. അതെ, എലക്ഷനാണ്, 20 മണ്ഡലം. CP ജോൺ ഒരു UDF നേതാവാണ്. എന്താണ് ഈ തിരഞ്ഞെടുപ്പിന് ചുമതല എവിടെയാണ്? എൻ്റെ പ്രധാന ചുമതല തിരുവനന്തപുരത്താണ് എന്നതുകൊണ്ട് ഞാൻ സ്റ്റേറ്റിൽ എല്ലായിടത്തും പോകുന്നില്ല എന്നില്ല. ഒരു 8-10 മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ യാത്ര കഴിഞ്ഞു. കാസർഗോഡ് മുതൽ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം ഓടിയെത്താൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു അപ്പിയറൻസ് മാത്രമാണ്. എൻ്റെ പ്രവൃത്തിയും എൻ്റെ കോൺസെൻട്രേഷനും തിരുവനന്തപുരത്ത് വേണം. UDFൻ്റെ ചുമതല എടുക്കണമെന്ന് UDF ലീഡർ സതീശൻ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരത്തായിരിക്കുന്നത്. അതെ, നമുക്കിന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് എന്നൊരു ക്ലാസിക് ചോദ്യമുണ്ട്. അതെ. ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് ശശി തരൂർ? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ശശി തരൂർ? കാരണം 2009 മുതൽ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. അതെ, ആൾക്കാർക്ക് ബോറടിച്ചോ? ഇത് ശശി തരൂരിനോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ശശി തരൂരിന് ബോറടിച്ചോ? ആൾക്കാർക്ക് ബോറടിക്കുന്നുവെന്ന് ശശി തരൂരിന് തോന്നുന്നുണ്ടോ? ശശി തരൂരിന് ബോറടിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നല്ല ചോദ്യങ്ങൾ. ഉത്തരം പറയാം. 3 പ്രാവശ്യം തുടർച്ചയായി ജയിച്ചത് ശശി തരൂരിൻ്റെ കുറ്റമാണെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ BJP സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. 1 ലക്ഷം വോട്ടിനൊക്കെ ജയിക്കുക, കൂളായിട്ടൂടെ വരിക. അദ്ദേഹത്തിനെതിരെ 2ാമത്തെ ഇലക്ഷന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്നിട്ടും ന്യായമായൊരു മെജോറിറ്റിയിൽ ജയിക്കുക. അപ്പോൾ 3 പ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പറെയാണല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിനും തിരുവനന്തപുരത്തിനും ഒരു അലങ്കാരമാണ് തരൂർ. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുണ്ടായിട്ടുള്ള ഒരു പാർലമെൻറ്റാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മുതൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മിന്നുന്ന താരങ്ങൾ നെഹ്റു ആണെങ്കിലും അതുപോലെ തന്നെ പട്ടേലാണെങ്കിലും എല്ലാവരും നിറഞ്ഞു നിന്ന ആളുകളാണ്. ആ നിരയിൽ പെടുത്താവുന്ന ഒരു പ്രതിനിധിയായിട്ട് കേരളം തിരുവനന്തപുരം VK കൃഷ്ണമേനോന് ശേഷം തരൂരിനെ തന്നെയാണ് അയച്ചിട്ടുള്ളത്. VK കൃഷ്ണമേനോനെയും തിരുവനന്തപുരം തന്നെയാണ് അയച്ചത്. അപ്പോൾ ലോക പൗരനെ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചുവെന്നാണ് തിരുവനന്തപുരത്തിന് പറയാനുള്ളത്. അതെന്തോ തിരുവനന്തപുരം ചെയ്ത കുറ്റമെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ BJPക്കാർ പറയുന്നത്. അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, എൻ്റെ ചോദ്യം വേറൊരു തരത്തിലുള്ള ചോദ്യമാണ്. അതായത് BJP, ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ BJPയുടെ കാര്യം എൻ്റെ മനസ്സിലില്ല. ജോണാണ് അത് ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ ചിത്രത്തിലുണ്ടല്ലോ. ഉണ്ട്. കാരണം BJP ഒരു പ്രധാനപ്പെട്ട അവരാണല്ലോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ല, ഈ 3 തെരഞ്ഞെടുപ്പിലും തരൂരിൻ്റെ ചലഞ്ചർ BJP ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ BJPയുടെ ഗവർണർ രാജിവെച്ചിട്ടാണ് മത്സരിച്ച്. ഗവർണർ എന്ന് മാത്രമല്ല, കുമ്മനം രാജശേഖരൻ BJPയുടെ പ്രവർത്തകന്മാർക്ക് വളരെ എന്താ പറയുക, കുമ്മനം രാജശേഖരന് തിരുവനന്തപുരത്ത് ഒരു ചരിത്രമുണ്ടോ? കോട്ടയംകാരനാണെങ്കിലും തീർച്ചയായിട്ടും 84 വലിയ ചരിത്രമുണ്ട്. 84 മുതൽ അതിനു മുമ്പേ തുടങ്ങുന്ന 2 രാജേട്ടന്മാര്, O രാജഗോപാലായാലും കുമ്മനമായാലും BJPക്കാരുടെ മാത്രമല്ല, അങ്ങേയറ്റം ആളുകളോട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന 2 നല്ല കാൻഡിഡേറ്റ്സ് ആയിരുന്നു.
അപ്പോൾ അവരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമാണ്. മാത്രമല്ല ഈ 15 വർഷക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ പ്രസൻസ് ലോക്സഭയിൽ ഉണ്ടാക്കുന്നതിൽ ശശി തരൂർ വലിയ വിജയമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ ഫണ്ടമെൻ്റലായിട്ടുള്ള വികസനങ്ങൾ, നമ്മുടെ എയർപോർട്ടാണെങ്കിലും ഹൈവേ ബൈപ്പാസ് ആണെങ്കിലും ഞാൻ എടുത്തു പറയുകയാണ്, എന്താണ് തരൂരിൻ്റെ മണ്ഡലത്തിൽ ഈ ബൈപ്പാസ് നിന്നുപോയത്? കാരോട്. ഇത് നാഷണൽ ബൈപ്പാസ് ആണല്ലോ 66. അതെ. അതെന്താ ഇവിടെ നിന്നുപോയത്? കഴക്കൂട്ടം കാരോട് റോഡെന്നല്ലേ എൻ്റെ പേര്? ദാറ്റ്സ് എ പോയിന്റ്. അതൊരു കാലത്ത് 91-96 ഗവൺമെൻറ്റിൽ, കരുണാകരൻ്റെ ഗവൺമെൻറ്റിൽ MVR ഉള്ളപ്പോഴാണ് അത് തറക്കല്ലിടുന്നത്, കഴക്കൂട്ടം എന്നുള്ള ബൈപ്പാസ് തുടങ്ങുന്നത്. അതുവരെ അങ്ങനെ ഒരു റോഡില്ല. ഇന്നത് ഒരു ഇൻ്റർനാഷണൽ ഹൈവേ ആയിട്ട് കൊണ്ടുവരുന്നതിൽ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പോർട്ടിൻ്റെ കാര്യത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചു, എയർപോർട്ടിൻ്റെ കാര്യത്തിൽ വഹിച്ചു. ഇനി ടെക്നോ പാർക്കിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തെ ഇടപെട്ടിട്ടുണ്ടെന്നാണ്. പിന്നെ അത് പ്രൈവറ്റാണ്, അത് സ്റ്റേറ്റ് അല്ല. നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ പക്ഷേ എന്താണെന്നറിയാമോ, നമ്മൾ 2009 ശേഷം 2024 മൂന്നാമതും തെരഞ്ഞെടുപ്പിന് നാലാമതും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ശശി തരൂരിനെതിരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് ഞാൻ പറയുകയല്ല, ആക്ഷേപം അദ്ദേഹം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയമായിരിക്കും എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന UDF നിങ്ങളൊക്കെയും അടിസ്ഥാനപരമായി നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയവും അതായിരിക്കണം. ആ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം കേരളത്തിലോട്ട്, തിരുവനന്തപുരത്തോട്ട് പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന അതൊക്കെ വേറൊരു ദുഷ്പ്രചരണം എന്നല്ലാതെ വസ്തുതകൾക്ക് യാതൊരു വസ്തുതാപരമായ പിന്തുണയില്ലാത്തതാണ്. അത് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ജനങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇപ്പം ഞാൻ 2009 തരൂരിനെ കാണുന്നത്. ഞാൻ കരുതിയത് അദ്ദേഹം ഒരു ഈഗിൾ ഓൺ ദ മൗണ്ടൻ എന്ന് പറഞ്ഞ മാതിരി അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്താൽ തന്നെ മിനിറ്റും പിന്നെ സെക്കൻഡും ഒക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു യോഗത്തിലേക്ക് കൃത്യമായിട്ട് കടന്നു വരികയും കൃത്യമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ്, ഒരു ഇൻ്റർനാഷണൽ ഒരു ഭയങ്കരമായ ഒരു ഇതൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഒരു ഷോൾ അന്നെടുത്തിട്ട് ഷോൾ ഇതുവരെ കഴുത്തൊന്നും മാറ്റിയിട്ടില്ല. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. അത് കല്യാണ വീട്ടിലും മരണ വീട്ടിലും എല്ലാം ചിരിയും വർത്തമാനവുമായിട്ട് നിൽക്കുകയും വിവാഹവേദികളിലേക്കൊക്കെ അദ്ദേഹം കടന്നു ചെന്നാൽ വധൂവരന്മാർ തന്നെ അദ്ദേഹത്തോടൊപ്പം എടുത്ത് സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മൂത്ത സഹോദരൻ. യുവാക്കളുടെ എപ്പോഴും ഒരു ഗ്ലാമർ കോഷ്യന്റ്, ഗ്ലാമറും അദ്ദേഹത്തിൻ്റെ അറിവും സംസാരം, ലാളിത്യവും. പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ഈയിടെ ഞാൻ അദ്ദേഹത്തോടു കൂടെ വീട്ടിൽ വന്നപ്പോൾ ഒരു 2 ദോശ, ചട്നി, ഒരു ചായ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാടൻ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു തിരുവനന്തപുരത്തുകാരനായി, നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജാടയില്ല, ഒരു നാട്ടുഭാഷ പറഞ്ഞാൽ ജാടയില്ല. ഞാൻ സമ്മതിക്കുന്നു, ജാടയില്ലാത്ത വിശ്വപൗരനാണ്. പക്ഷെ പിന്നെ എങ്ങനെ ഈ പേരുണ്ടായി? ഈ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നിഴൽ എങ്ങനെ വന്നു? അത് BJP പറഞ്ഞ് പരത്തുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അവർക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വലിയ എതിർ സ്ഥാനാർത്ഥി കൊണ്ട് തന്നെ പറയാമല്ലോ. ഇപ്പം അവർക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പം പൊളിറ്റിക്സ് ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊളിറ്റിക്കൽ പോയിന്റുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഫെയിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പറയുകയാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ട്രിവിയലായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ജോണിൻ്റെ സംസാരം കേട്ടാലേ എനിക്ക് തോന്നുക ഇവിടെ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണെന്നാണ്. ഞാൻ പക്ഷേ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു വശത്ത് കോൺഗ്രസ്, മറുവശത്ത് ഇടതുപക്ഷ മുന്നണി, അതിനകത്ത് CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, മൂന്നാമത്തെ കോർണറിൽ നിൽക്കുന്നു BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ. അതല്ലേ അതിൻ്റെ ശരി? അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ അല്ല. ഇവിടെ ഇപ്പം കോൺഗ്രസ് BJP നേരിടുന്ന അങ്ങനെ ആയിരുന്നല്ലോ ഈ 3 തവണയും ആയിരുന്നു. അല്ലെ ഇത്തവണയും ഇപ്പൊ പന്ന്യൻ രവീന്ദ്രൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ. അതെ, യാതൊരു സംശയവും നമുക്കെന്നല്ല,
എല്ലാവർക്കും വളരെ സന്തോഷവും സ്റ്റാച്യൂലൊക്കെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നപ്പോഴും നടന്നു. അതെ അതെ അതെ, രാജ്യത്തിൻ്റെ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ നല്ല കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്കുണ്ട്. അല്ല, പൊതുവെ മലയാളികളുടെ സംശയമില്ല സൗഹൃദത്തിൻ്റെ ആളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് ഈ ആഴ്ചയോടുകൂടി എത്തി. തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹമാണ് ആദ്യം പോസ്റ്റർ ഒട്ടിച്ച നീണ്ട മുടിയും ഒക്കെ ആയിട്ടുള്ള പോസ്റ്ററുകൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ഐക്കണിക് ലുക്കാണ് ഒക്കെ ഒട്ടിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കയറിപ്പോയി, മങ്ങി. എയർലി പിക്കിംഗ് എന്ന് പറയും. ഇത് പന്ന്യൻ ഒരു 1.5 മാസം മുമ്പ് അങ്ങോട്ട് ഇറങ്ങി, പക്ഷെ തളർന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊന്നും പുതുതൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ വീടുകളിലൊക്കെ അവരൊക്കെ പോകുന്നുണ്ടില്ല എന്നല്ല എൻ്റെ വീട്ടിലും വന്നിരുന്നു, നിങ്ങളുടെ വീട്ടിലും വന്നു. പിന്നെ പക്ഷേ അവർ ഫീൽഡിൽ നിന്ന് പതുക്കെ ഫെയ്ഡ് ചെയ്യണം. പക്ഷെ പ്രവർത്തകരെ ഉഷാറായിട്ട് കാണുന്നത് എനിക്ക് ആത്മാർത്ഥമായിട്ട്, നമുക്ക് പ്രവർത്തകരെ കാണുമ്പോൾ അറിയാമല്ലോ, പ്രവർത്തകരുടെ മുഖം നോക്കിയാൽ ഇടതുപക്ഷവും കോൺഗ്രസും തന്നെയാണ് മുമ്പിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ബി ജെ പിക്കാരുണ്ട്. ഇത് ഓരോ ദിവസവും മാറും, ഒരു ചേഞ്ചിങ് സെനാരിയോ ആണത്. ഇതിപ്പോൾ ഒരു ഫ്ലക്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പന്ന്യനായിരുന്നു മുന്നിൽ, പിന്നെയാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. അപ്പോൾ പന്ന്യൻ തന്നെ ആയിരുന്നു പോസ്റ്ററിലും കാര്യത്തിലും ഒക്കെ വലിയ വലിയ ഹോർഡിങ്സ് ഒക്കെ വെച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി പതുക്കെ റെസീഡ് ചെയ്യാണ് ആസ് യൂഷ്വൽ. അത് ത്രികോണ മത്സരത്തിൻ്റെ ഒരു ദുരന്തമാണ്. അതെ, അതിൻ്റെ അർത്ഥം ഇവിടെ ഇടതുപക്ഷ മുന്നണി ഒലിച്ചു പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണക്കുകളിലേക്ക് പോയാൽ 4,16,000 വോട്ട് തരൂരിന് കിട്ടി. 3,16,000 വോട്ട്, ചെറിയ വ്യത്യാസം, ഒരേ വോട്ടാണ് ഉണ്ടാവുന്ന അത്രയും വോട്ട് കുമ്മനത്തിന് കിട്ടി. 2,58,000 അല്ലേ? 2,58,000 ആണ് അവർക്ക് കിട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ലല്ലോ ചിത്രം മാറി. ഞാനതുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഇവിടുത്തെ അതൊരു വലിയ ഫിനോമിനാണല്ലേ കേരളത്തിലെ കേരളത്തിലെന്ന് പറയാൻ പറ്റില്ല, തിരുവനന്തപുരത്തെ ജനറലി സ്പീക്കിംഗ് 19 സീറ്റും കിട്ടിയതിന് ശേഷം ഇത്രയും വലിയൊരു പരാജയം UDF 2021 ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. 19 ശേഷം രമേശ് ചെന്നിത്തലയുടെ അത്യസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. ഒന്ന്, നമ്മുടെ കോവിഡ് വന്നല്ലോ. അപ്പോൾ ആ കോവിഡ് വന്നത് ഒരു തരം ഹെൽത്ത് എമർജൻസി ആയിരുന്നു. അതെ. അപ്പോൾ എമർജൻസിയിൽ എങ്ങനെയാണോ ഇടതുപക്ഷം പരാജയപ്പെട്ടത്, പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളൊക്കെ ചെറുപ്പമാണെങ്കിൽ നല്ല ഓർമ്മയുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് 77-ലെ. അപ്പോൾ എമർജൻസികൾ എപ്പോഴും ഗവൺമെൻറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. അന്ന് 77-ല് EMS, 57-ല് EMS, 67-ല് EMS, 77-ല് EMS നമ്മളൊക്കെ ഒരേ പ്രായക്കാരല്ലേ. പക്ഷേ അതേപോലെ ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻസ് ഗവൺമെൻറ്റിനാണ് പ്ലസ് ആയിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് കിട്ടി. ഉദാഹരണത്തിന് 5 ആളിൽ കൂടുതൽ കൂടാൻ പാടില്ല, 3 ആളിൽ കൂടുതൽ നടക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വക്കത്തലോണാണല്ലോ. പിന്നെ അത് നടക്കാൻ പാടില്ല, പോകാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. പിന്നെ എല്ലായിടത്തും ഒരു പേടി, എല്ലായിടത്തും പോലീസ് ആളുകളിൽ അത്തിച്ചാർജ് ചെയ്ത് ഓടിക്കുക, അങ്ങനെ പാടില്ല, ആൾക്കൂട്ടം പാടില്ല, വന്നാൽ അടിക്കുക. ഇപ്പോൾ കുന്നംകുളത്തൊക്കെ വലിയ ലാത്തിച്ചാർജ് ചെയ്തു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ വന്നിട്ട്. മീനിങ് അപ്പോൾ അസാധാരണമായൊരു സാഹചര്യം 2 വർഷം ഉണ്ടായത്. ചെന്നിത്തലയുടെ ലീഡർഷിപ്പിൻ്റെ കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് നമ്മുടെ ഒരു കക്ഷി നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നങ്ങൾ ഒരു 10-30 മണ്ഡലത്തിൽ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ അതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ UDF ബൈ ഇലക്ഷനുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ഇതൊരു റിട്ടേൺ ആണ്. UDFൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഞാനിപ്പോഴും പറയുന്ന ഒരു തിയറിയാണ്. ഒരു വശത്ത് CPM ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നു, ഒരു മുന്നണി കെട്ടുറപ്പുള്ള മുന്നണിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയും. അല്ല, അവരുടെ പിന്നെ ചീട്ടുകൾ അത്ര മോശമല്ല. മറുവശത്ത് UDF, ഞാൻ അതും പറയുന്നു, കെട്ടുറപ്പുള്ള മുന്നണിയാണ്. പക്ഷേ അത് ജയിക്കാൻ ലോക്സഭയിൽ ജയിക്കുന്ന മുന്നണിയല്ല
നിയമസഭയ്ക്ക് മത്സരിക്കുന്നത് എന്ന് ഓർക്കണം. അതാണ് അതിൻ്റെ വ്യത്യാസം. ആ രണ്ട് പാറ്റേൺ ഉണ്ട്, രണ്ട് പാറ്റേൺ ഉണ്ട്. സംശയമൊന്നും അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ പാറ്റേൺ അങ്ങനെ വരുന്നതാണ്. അതിനെ എങ്ങനെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ, അതാണ് ഒരു വലിയ ചലഞ്ച്. അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലായി കിടക്കുന്ന 140 അസംബ്ലി മണ്ഡലങ്ങൾ, ആ അസംബ്ലി മണ്ഡലങ്ങളിലെ ആ റിസൾട്ട് സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം നമുക്ക് ഇരിക്കാം എങ്ങനെയാണ് ആളുകൾ വോട്ട് ചെയ്തത്. പാറ്റേൺ അവിടെ ഉണ്ടായിക്കോട്ടെ, അതെ, പാറ്റേണിൻ്റെ മാർജിൻ ഇടാം. മാർജിൻ ഇട്ടതിന് ശേഷം സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്തായാലും UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് ജയിക്കാൻ എഡ്ജുള്ള നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അല്ല, ഞങ്ങൾക്ക് എഡ്ജുള്ള തെരഞ്ഞെടുപ്പാണല്ലോ പാർലമെൻറ്റ്. അതെ, ഞങ്ങൾക്ക് എഡ്ജുള്ളതാണ്. അപ്പോൾ ആ എഡ്ജുള്ള തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളിലും അതേപോലെ തന്നെ പാർലമെൻറ്റിലും ഞങ്ങൾ ജയിച്ചേ പറ്റൂ. അതിൽ പിന്നെ വേറെ എന്താ പറയുക, ചോയ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റവർക്കൊരു ചോയ്സുണ്ട്. ഇതിൽ തോറ്റാലും അതിൽ ചിലപ്പോൾ ജയിക്കാം, ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റൂ. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ഞങ്ങളുടെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതേപോലെ തന്നെ കേരളത്തിലെ മതേതര വിശ്വാസികൾ, ന്യൂനപക്ഷങ്ങളാണോ മതമാണോ അതൊന്നും ഞാൻ പറയുന്നു, മതേതര വിശ്വാസികൾ, അവർക്കൊരു കാര്യം അവർ ഉറപ്പ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ LDF UDF ഡൈക്കോട്ടമി, ഇരുമുന്നണി രാഷ്ട്രീയം, അത് നിലനിൽക്കണം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്താണെന്നുള്ളതുകൊണ്ട് നിൽക്കട്ടെ, ചില മണ്ഡലങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടാവുമെങ്കിലും അത് നിലനിൽക്കുകയും BJPയുടെ അപ്രമാദിത്വം മറ്റ് പല സംസ്ഥാനങ്ങളുള്ളതുപോലെ ഇവിടെ വരാതിരിക്കുകയും വേണം. ഗുജറാത്തിലെ പോലെയോ അല്ലെങ്കിൽ UP, ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് അവർ വളരെ കോഷ്യസാണ്. ഏതെങ്കിലും മതവിഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയാണ് BJP. പിന്നെ അവരോടുള്ള ഏക ബഹുമാനം അത് മറച്ചു വയ്ക്കുന്നില്ല. അതുള്ള അവർ ഞങ്ങളത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ പ്രകടന പത്രികയിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ ഭരണഘടന മാറ്റുന്നതാണ് ബലത്തിൽ, ഡിഫാക്റ്റോ. അതെ. അപ്പോൾ പിന്നെ വികസനം, റോഡിന് ടാറിടുക, അതൊക്കെ അതിൻ്റെ മേമ്പടിയാണ്. അതിലൊന്നും വലിയ കാര്യം. നമ്മൾ സദ്യക്ക് ശേഷം ഒരു നാരങ്ങ കൊടുക്കുന്ന പോലെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് പോലും ഇന്ത്യയിലെ പട്ടിണിയെ മാറ്റാനോ ആത്യന്തികമായ ദാരിദ്ര്യം മാറ്റാനോ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്കത് ഉദ്ദേശമില്ല. അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം പ്രധാനമായിട്ടും ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബേസിക് ക്യാരക്ടർ മാറ്റുകയാണ്. ഇപ്പം ഇന്ന് സുരേന്ദ്രൻ അവിടെ സുൽത്താൻ ബത്തേരിയിൽ പോയി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി പിന്നെ എന്താ ഒരു വട്ടം എന്നോ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മീനിങ് അപ്പോൾ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോവുക. അതെ. പെട്രോളിൻ്റെ വില കൂടിയത് പിന്നെ ചർച്ച ഇല്ല. സുൽത്താൻ ബത്തേരി അതേ കടിച്ചു പിടിച്ച് കിടന്നോളും. ഗണപതി വട്ടമാവുമോ, ഗണപതി വട്ടം സുൽത്താൻ. അപ്പോൾ അപ്രധാനമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. രാമ ജന്മഭൂമി പ്രശ്നം കഴിഞ്ഞ ഉടനെ ഒരു ദിവസങ്ങളെടുത്തില്ല, ഗാൻ വ്യാപി സ്റ്റിക്കർ ഒട്ടിച്ചു. ഒരു ദിവസത്തെ വാർത്തയാണ്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം വളരെ സെൻസിബിളായിട്ട് പെരുമാറി. ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ച്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതെ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ കേരളത്തിൽ ഒരു പരിധി വിട്ട് വളർത്തിക്കൂടാ എന്നുള്ള കേരളത്തിൻ്റെ മനസ്സുണ്ട്. ആ മനസ്സ് നിശ്ചയമായും ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കില്ല. കേരളത്തിൽ എവിടെയും BJP ജയിക്കാൻ പോകുന്നില്ല. ഇതാണ് എൻ്റെ ഒരു ഫീലിംഗ്. അത് കേരളത്തിൽ പൊതുവേ സമൂഹം, നേരത്തെ പൊതുസമൂഹം, മലയാളി സമൂഹം ഒരു വർഗീയതയ്ക്കെതിരായ മനസ്സുള്ളവരാണ്. വർഗീയത ഏത് സമുദായക്കാരാണ്, ജാതി മേധാവിത്വത്തിനും എതിരാണ്. അത് സമ്മതി. അത് ഞാൻ വർഗീയത എന്നുള്ള വാക്ക് കുറച്ചങ്ങോട്ട് പഴകി, അല്ലെങ്കിൽ അത് ഒരു ക്ലീഷേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. കേരളത്തിൻ്റെ ആദിമ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, നൂറുകണക്കിന് മുമ്പുള്ള വർഷങ്ങൾ മുമ്പുള്ള ചരിത്രം നോക്കിയാലും
ഒരു ജാതി മേധാവിത്വ വിരോധമുണ്ട്. ഉണ്ട്, സമ്മതിച്ചു കൊടുക്കില്ല. സമ്മതിച്ചു കൊടുക്കില്ല, അത് പറ്റില്ല. അതെ, ഒരു പാവപ്പെട്ടവനും ആ ചിന്തയുണ്ട്. ആ ചിന്തയുണ്ട്. അവനെ അടക്കി ഭരിക്കാനൊന്നും ആരെയും അന്ന് സമ്മതിക്കില്ല. പിന്നെ അങ്ങനെ അടക്കി ഭരിക്കപ്പെട്ട ചില നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ കടന്നു പോവുകയും അവരെ സഹായിക്കാൻ ബ്രിട്ടീഷുകാർ വരികയും ചെയ്തു. അതെ അതെ. സത്യത്തിൽ ഇവിടുത്തെ ജാതി മേധാവിത്വത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂരതകൾ നടന്ന കാലം ബ്രിട്ടീഷുകാർക്ക് മുൻകൈയുള്ള കാലമാണ്. അത് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. കോളനി വാഴ്ചക്കാർ ഇവിടുത്തെ രാജാക്കന്മാരെയും ഭൂപ്രഭുക്കന്മാരെയും സഹായിച്ചപ്പോഴാണ് ഏറ്റവും കഠിനമായ ചൂഷണം ഉണ്ടായത്. അതിനു മുൻപ് ചൂഷണമൊക്കെ അവർക്ക് പറഞ്ഞ് വീട്ടിലിരിക്കാന്നല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്താ പറയുക, പുലിയ സമൂഹം, പറയ സമൂഹം, ആദിവാസി സമൂഹങ്ങൾ, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഓട്ടോണമി ഉണ്ടായിരുന്നു. അധികാരങ്ങളുണ്ടായിരുന്നു. ആ ഓട്ടോണമിയെ ഓവർ റൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയാണ്. അവർക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട്, തോക്കുണ്ട്, പവർ. അതെ, തോക്ക്, തോക്കും തൂക്കുമരവും എല്ലാം അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ആധുനികമായ അടിച്ചമർത്തൽ യന്ത്രങ്ങൾ കയ്യിൽ വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ഈ അടിച്ചമർത്തലുകൾ ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കാലത്ത് അവർ രണ്ട് തരത്തിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ആദിവാസി സമൂഹത്തിൻ്റെ ഓട്ടോണമി. ഇന്നും കേരളത്തിലെ പല ആദിവാസി സമുദായങ്ങളും അവരുടെ ഓട്ടോണമിയിലാണ് കഴിയുന്നത്. ശശി തരൂരിലേക്ക് മടങ്ങി വരാം. യെസ്. തരൂരിൻ്റെ സാധ്യതകൾ. തരൂര് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലവബിൾ പേഴ്സണാലിറ്റിയാണ്. പിന്നെ കാസ്റ്റ്, ക്രീഡ്, ലാംഗ്വേജ്, ഇന്ത്യയിൽ എവിടെ പോയാലും ലോകത്തെവിടെ ചെന്നാലും ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ബൈ ചാൻസ് ഞാൻ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം ന്യൂയോർക്കിൽ നടക്കുകയാണ്. അപ്പോൾ ന്യൂയോർക്കിൽ നടക്കും. ബൈ ചാൻസ് ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ ഒരുപാടൊന്നും പോയിട്ടില്ല. അപ്പോൾ നാച്ചുറലി നമ്മുടെ ആളുകളുണ്ടല്ലോ, പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനകളും ഒക്കെ ഉണ്ട്. അവർ എന്നെയും കൂടെ ഈ ജാഥയിൽ മുൻനിർത്തി മലയാളി ഗ്രൂപ്പിൽ, മലയാളികളല്ലാട്ടോ അതിന് നേതൃത്വം, ഗുജറാത്തികളാണ് ഒന്നാമത് നിൽക്കുന്നത്, പഞ്ചാബികൾ, അവരൊക്കെയാണല്ലോ പണ്ടേ അമേരിക്കയിൽ പോയത്. നമ്മളൊക്കെ അടുത്ത കാലത്തല്ലേ പോയത്. പിന്നെ അപ്പോൾ അവരുടെയൊക്കെ കോൽക്കളിയും അതും ഇതും തപ്പുമുട്ടും ആഘോഷമാണത്. ഇങ്ങനെ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു കാർണിവലാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ മാത്രമേ പ്രകടനമുള്ളൂ. അല്ല, ഒരു ഞായറാഴ്ചയാണത്. ഞായറാഴ്ചയല്ലേ അതുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഓട്ടോറിക്ഷയില്ലേ, ബജാജ്, അതാണ് ഈ ന്യൂയോർക്ക് പോലീസ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ രൂപം മാറ്റിയിട്ട്. അപ്പോൾ അവർ പിന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്, പിന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇന്ന റോഡുകൾ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്, രണ്ട് സൈഡിലും 10,000-കണക്കിന് ആൾക്കാർ നിൽക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ടീമിൽ ഞാനും കൂടി. ഇതാ വരുന്നു തരൂര്. ബൈ ചാൻസ് ജേക്കബേ, ഞാൻ എൻ്റെ ലൈഫിൽ എന്തോ ഒരു സന്തോഷകരമായിരുന്നു അനുഭവമാണെന്നറിയോ. അപ്പോൾ തരൂരിന് എനിക്ക് വളരെ അടുപ്പമുണ്ടല്ലോ, ഇവിടെ നമ്മുടെ MP അല്ലേ. അപ്പോൾ തരൂരും ഞാനും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തരൂരും നമ്മൾ ഒരുമിച്ച് ആ ഇൻ്റർവ്യൂ ഒന്ന് പുറത്തെടുക്കണം മാസം. അതന്നെ. അപ്പോൾ അതിൽ തരൂർ നയിക്കുകയാണ് അതിനെ. അപ്പോൾ ആ നമ്മുടെ കേരള ഡെലിഗേഷന് മൊത്തം ഇന്ത്യൻ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന സായിപ്പ്മാരും മദാന്മാരും മറ്റ് ഇന്ത്യക്കാരും അവരുടെ മുഴുവൻ ശ്രദ്ധ തരൂർ തരൂർ തരൂർ, ചിലർ ശശി ശശി എന്ന് വിളിച്ച് പറയുകയാണ്. അതങ്ങനെ ചൂണ്ടിക്കാണിക്കുകയല്ല. അപ്പോൾ ഞാനും അതിൻ്റെ സൈഡിൽ കൂട്ടത്തിൽ വലിയ ഗമയിൽ. അപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. നമ്മുടെ നാട്ടിലൊരാൾ ന്യൂയോർക്കിൽ കൂടെ അങ്ങനെ ജാഥ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇരുവശത്തു നിന്നും ആളുകൾ ഇങ്ങനെ പറയുന്നത് പിന്നെ വേറെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന വല്ല കാര്യമാണോ? ന്യൂയോർക്ക് നഗരത്തിൽ കൂടെ ജാഥ പോകും. അപ്പം ശശിത്തിനൊരു ഗ്ലോബൽ ഫിഗർ. അതെ, ഗ്ലോബൽ. ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു എക്സാമ്പിൾ പറയുകയാണ്. അല്ല, താങ്കൾ തുടർന്നോളൂ. പക്ഷേ അതിനകത്ത് മറുചോദ്യമുണ്ട്. അങ്ങനെ ഒരു തരൂരിനെ കോൺഗ്രസിൻ്റെ നേതാവാക്കിയെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് കേരളത്തിരുന്ന് സംസാരിക്കാം. അല്ല, അങ്ങനെ ഒരു ചർച്ച ഒരു ഘട്ടത്തിലുണ്ടായെങ്കിലും കോൺഗ്രസ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹമാണല്ലോ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതാ. മറ്റ് പാർട്ടികളിലൊക്കെ എന്താ സ്ഥിതി? അത്തരത്തിൽ മത്സരിച്ച് അവൻ്റെ കഥ കഴിഞ്ഞില്ല. അതെ. ഇപ്പോഴോ തരൂർ പ്രവർത്തക സമിതി മെമ്പറായി. പക്ഷേ അപ്പോൾ പ്രവർത്തക സമിതിയിൽ മെമ്പറായി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പ്രകടന പത്രിക ഡ്രാഫ്റ്റിങ്ങിൽ തന്നെ
തരൂരാണ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ തരൂര് അത്തരത്തിലുള്ള ഒരു ക്ലൗഡ് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഇനി ഒരു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ അതിൽ നമ്പർ 1 ആണ്. ആ നമ്പർ 1 കാറ്റഗറിയിൽ തരൂരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ 2019 മത്സരിച്ച തരൂരല്ല. തരൂരിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി. മറ്റേത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയറും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഡെപ്യൂട്ടി സെക്രട്ടറി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതല്ല. ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിസന്ധിയിലാണല്ലോ കടന്നുപോയത്. ആ സമയത്ത് അതിനെ റിവൈവ് ചെയ്യാൻ, റിവൈവൽ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി, അതിൽ ഒരു പ്ലെയറാണ് തരൂർ. എന്തായാലും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് പുതിയ നേതൃത്വം ഉണ്ടാവണം. ഒരു പുതിയ ഓറിയൻറ്റേഷൻ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവണം ദേശീയ തലത്തിൽ. അത് ഒരുപക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നേതൃമാറ്റം തന്നെ ഉരുത്തിരിഞ്ഞു വരണം. കാരണം കാർഗെ എന്നുള്ള പേര് തന്നെ 5 വർഷം മുമ്പ് ഇല്ലല്ലോ. ഇല്ല, ഉണ്ടായി. പുതിയ പേരല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നില്ലേ. കാർഗെ വന്നിട്ട് നടന്ന ആദ്യത്തെ ഇലക്ഷനാണ് കർണാടക ഇലക്ഷൻ. അതെ. ആ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. അപ്പോൾ നീക്കട്ടെ, ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ തവണ ഏതാണ്ട് BJPക്ക് 34% വോട്ടാണ് കിട്ടിയത്, 34%. അവിടെയാണ് ഈ 1 ലക്ഷത്തോളം 1 ലക്ഷത്തിൻ്റെ മാർജിൻ നമ്മൾ പറഞ്ഞല്ലോ. അതെ. അതായത് 4-16, 3-16, 2-58. അതാണ്. അപ്പോൾ അവിടേക്ക് BJP കടന്നു വരാതിരിക്കാൻ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാം. തീർച്ചയായിട്ടും BJPക്ക് ഒരു ആകാശകുസുമമാണ് 4 ലക്ഷം വോട്ട്. കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നമ്മളിവിടെ ഒരു വലിയൊരു ഹൈ വോൾട്ടേജ് പ്രചാരണം അവരഴിച്ചു വിട്ടിട്ടുണ്ട്. അല്ല, അത് നമ്മൾ ഈ ലൂട്ടൻസ് ഡൽഹി എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്തിൻ്റെ ഒരു MG റോഡ് തിരുവനന്തപുരം ഉണ്ടല്ലോ. MG റോഡ്, ട്രിവാൻഡ്രം ക്ലബ്ബ്, ശ്രീമൂലം ക്ലബ്ബ്, ഇങ്ങനെ ഒക്കെ പഴുതിക്കാട് നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത്. അതെ, ഒരു ലൂട്ടൻസ് ട്രിവാൻഡ്രം, കവടിയാർ. അപ്പോൾ അത് നമ്മുടെ പേരൂർക്കട മുതൽ വേണമെങ്കിൽ കൂട്ടാം, കിഴക്കേക്കോട്ട വരെയുള്ള ഒരു തിരുവനന്തപുരമാണല്ലോ അധികാര കേന്ദ്രം. അവിടെ പല സ്റ്റേറ്റുകളിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഇടയിലൊക്കെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ തിരുവനന്തപുരം മണ്ഡലം കിടക്കുന്നത് തമിഴ്നാട് അതിർത്തിയില്ല അല്ലേ. അതിങ്ങനെ തീരപ്രദേശങ്ങളിലൂടെ തീരപ്രദേശങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊന്നും ഈ പറയുന്ന ഒരു ഓളമില്ല. എനിക്കറിയാം. അതിലുപരി ഈ 4-16 എന്നത് അവർക്ക് എത്താൻ കഴിയില്ല. ഇപ്പം 3-16 കയ്യിലുള്ളത്. എപ്പോൾ കുമ്മനത്തിൻ്റെ 3-16, രാജീവ് ചന്ദ്രശേഖരൻ്റെ അല്ല. കുമ്മനെ ഇങ്ങനെ ഹിന്ദു മുന്നണി കൂടെ അല്ല, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ശബരിമല വികാരം. ആ ശബരിമല വികാരത്തിൽ തീർച്ചയായും UDFനും ഒരു ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു നല്ല ഷെയർ കുമ്മനത്തിനും കിട്ടിയിട്ടുണ്ട്. കാരണം കുമ്മനം പണ്ട് തൊട്ടേ താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദു മുന്നണി തുടങ്ങിയ നിലയ്ക്കൽ ശബരിമലയാണല്ലോ പൂങ്കാവനം. പിന്നെ അയ്യപ്പൻ്റെ വന്നതാണ് കുമ്മനത്തിന് ഒരു വലിയൊരു ആൾ. പിന്നെ കുമ്മനത്തിന് ഈ RSകാർക്കൊക്കെ രാജേട്ടൻ എന്ന് കൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ അടുപ്പമൊന്നും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയോട് ഇല്ല. ഒരു കോർപ്പറേറ്റ് കിങ് അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക മണി പ്ലെയർ എന്നൊരു ഇതാണ്. അവിടെ നിൽക്കട്ടെ, ഒരാളുടെ കുറ്റമല്ല. അപ്പം അന്ന് കിട്ടിയ 316 പീക്കാണ്. അന്ന് കുറയല്ലാതെ കൂടില്ല. അതിൽ നിന്ന് കൂടാൻ BJP എടുത്ത ഒരു ടാക്ടിക്സ് മൈനോറിറ്റിയുടെ വോട്ട് പിടിക്കലായിരുന്നു. അത് പോയി. അത് മണിപ്പൂരോടുകൂടി പൊളിഞ്ഞു. ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അത് രക്ഷയില്ല. പിന്നെയുള്ളത് മുസ്ലിം മൈനോറിറ്റിയാണ്. അവർ ഒരിക്കലും അടുത്തിട്ടുമില്ല. ഇപ്പോൾ കൂടുതലാകുന്നു. അതൊന്നും തന്നെയല്ല, അത് BJP അവർ പ്രതീക്ഷിക്കുന്നുമില്ല. അല്ല, അത് പിന്നെ ഈ അബ്ദുള്ള കുട്ടീനെ കൊടുന്നെങ്കിലും അബ്ദുള്ള കുട്ടിയൊക്കെ എവിടെയാണെന്ന് പോലും ഇപ്പോൾ BJPക്കാർക്ക് പോലും അറിയില്ല. ഇപ്പോൾ BJPയെക്കുറിച്ചുള്ള ഏറ്റവും ഒരു കഷ്ടമായിട്ട് തോന്നുന്നത് ഈ വരുന്നവർക്കൊക്കെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കുക. MP സ്ഥാനം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്
അപ്പോൾ ഈ അഖിലേന്ത്യ ഒന്നും അല്ലേ? അതെ. ഇപ്പം ഇവിടെ ബി ജെ നമ്മുടെ പിയുടെ കേരളത്തിൽ നിന്നൊക്കെ പോയേക്കുന്ന കരുണാകരൻ്റെ മോന്, ആന്റണിയുടെ മോനെ അവിടെ സീറ്റ് കിട്ടി. എന്ത് സെക്രട്ടറിയേറ്റാണ്? ആ, അഖിലേന്ത്യ. അഖിലേന്ത്യ. അപ്പം അവർ അഖിലേന്ത്യാ സെക്രട്ടറി ആയി എന്നല്ല ആളുകൾ വിലയിരുത്തുന്നത്. ഇത്രയേ ഉള്ളൂ ഈ അഖിലേന്ത്യാ സെക്രട്ടറി എന്നാണ്. അതെ അതെ. നമ്മുടെ അനിൽ ആൻ്റണിക്കും അബ്ദുള്ള കുട്ടിക്കൊക്കെ, അബ്ദുള്ള കുട്ടി പിന്നെ എം പി ഒക്കെ പത്മജിക്ക് ഒന്നും കിട്ടിയില്ല. കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് കൊടുക്കാൻ പറ്റില്ല, എന്ന് വർക്കിംഗ് പ്രസിഡന്റ് കൊടുക്കുമായിരിക്കും. അപ്പം അവരിതായി നല്ല ആൾക്കാർ വിലയിരുത്തുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പോസ്റ്റ്. അപ്പോൾ ജോൺ തീർച്ചയായിട്ടും പറയുന്നത് തിരുവനന്തപുരത്ത് വീണ്ടും 4ാം തവണയും ശശി തരൂർ ജയിക്കും എന്നാണ്. 4ാം തവണ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കൂടും. നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. 1 ലക്ഷം കഴിയും. 1 ലക്ഷത്തിലധികം. കഴിഞ്ഞ തവണ 1 ലക്ഷം ആകാൻ 7-8 വോട്ടിൻ്റെ വ്യത്യാസം. 8 വോട്ടിൻ്റെ. അത് അതിൻ്റെ മുകളിലേക്ക് വരാനാണ് സാധ്യത. കാരണം അതും കൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ പൊളിറ്റിക്കലി ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രയാങ്കിൾ. LDF ബാക്കോട്ട് പോയി, ഇവിടെ പുറകോട്ട് പോയി. ഞങ്ങൾ തമ്മിൽ മത്സരമാണ്. പക്ഷേ LDF അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. LDF LDFന് ഒരു കൃത്യമായിട്ട് വോട്ട് ഉണ്ട്. 2.5 ലക്ഷം. ഈ പാർലമെൻറ്റിൽ 2.25 ലക്ഷം വോട്ടേ ഉള്ളൂ. അവർ ബെന്നറ്റ് നിന്ന വോട്ടാണല്ലോ ഏറ്റവും കുറഞ്ഞ വോട്ട്. അതെ, അതിന്നൊക്കെ അല്ല ഞാൻ പറഞ്ഞത്. ഇത് CPIയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. പറയട്ടെ, പാർലമെൻറ്റിൽ ഇവർക്ക് 2 ലക്ഷം വോട്ടേ 2.25 ലക്ഷം വോട്ടേ ബേസ് ആയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ദിവാകരന് ബെന്നറ്റിനേക്കാളും കിട്ടിയല്ലോ. കിട്ടി 2.5 പാർലമെൻറ്റിൽ. ഇതിൻ്റെ അർത്ഥം അസംബ്ലിയിൽ അങ്ങനെയല്ല. അല്ല. അപ്പോൾ ആ 2.5 ലക്ഷം വോട്ട് കുറേയല്ലാതെ കൂടാനുള്ള ഒരു മാർഗവും കാണാനില്ല. മാത്രമല്ല ഈ രാജീവ് ചന്ദ്രശേഖർ വലിയ പണക്കൊഴുപ്പോടുകൂടി വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ മതേതരത്വവും അതുപോലുള്ള വിഷയങ്ങൾക്കും പുറമെ ഒരു റോങ് കൾച്ചർ പൊളിറ്റിക്സിൽ കൊണ്ടുവരുന്നു എന്നുള്ള ധാരണ രാഷ്ട്രീയ നേതൃത്വം ഉയർന്നതല്ല, താഴെയുള്ള ആളുകൾക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു മാന്യമായ നമ്പർ വോട്ട് നമ്മൾ ചോദിച്ചിട്ടോ ഒന്നുമല്ല, ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നേതാക്കന്മാരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെന്നായി പറയുന്നേ. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്നേ. കഴിഞ്ഞ പ്രാവശ്യം ബൈ ഡിഫോൾട്ടാണത്, അല്ലാതെ ആരെങ്കിലും വോട്ട് ചെയ്തതല്ല. ആളുകൾക്ക് അത് തീരുമാനിക്കുകയാണ്, ഇയാൾ ജയിക്കണ്ട, BJP ഓടൊന്ന് ജയിക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തരൂരിനെ ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. പിന്നെ തരൂര് ഒരു കാര്യം കൂടാണ് ഞാൻ പറയാം. തരൂര് കഴിഞ്ഞ 3 തവണയും ആദ്യം അദ്ദേഹം ഒരു പുതിയ ഇതായിട്ട് വന്നു, പിന്നീട് അദ്ദേഹം തന്നെ മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ട് വന്നു, പിന്നെ കഴിഞ്ഞ 3ാം പ്രാവശ്യം വന്നു. ഈ 3 പ്രാവശ്യത്തെക്കാളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ഘടകമായ തരൂരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ തരൂരിനെ ജയിപ്പിക്കുന്നതിലൂടെ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശം തിരുവനന്തപുരത്ത് നിന്ന് കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തിരുവനന്തപുരത്തിൻ്റെ ഒരു സംഭാവനയാകും ശശി തരൂർ എന്നാണ് പറഞ്ഞു വരുന്നത്. അത് പണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രമാണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. ഹീസ് എക്സ്പെക്റ്റഡ് ടു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ നയരൂപീകരണ ഘടകങ്ങളിലും ഇനി ഒരു ഇന്ത്യ മുന്നണിയുടെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഉണ്ടെങ്കിൽ അതിലൊക്കെ തരൂരിനെ ഒരു നിർണായക മുന്നിലായിരിക്കും. തീർച്ചയായിട്ടും റോസി പിക്ചർ ഞാനത് അക്നോളജ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.